ഹലോ ഗൈസ്, വെൽക്കം ടു അവർ കൊടൈ പാർട്ട് 2. അപ്പം നമ്മളിനി അടുത്ത പോയതാണ് സൂയിസൈഡ് പോയിൻ്റ് അല്ലെങ്കിൽ ഗ്രീൻ വാലി വ്യൂ പോയിൻ്റ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. സത്യത്തിൽ നല്ല ക്രൗഡായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര ഒരു ½ എടുത്തിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്തത്. കഷ്ടപ്പെട്ട് അവിടെ എത്തുന്നത് ഭയങ്കര ക്രൗഡായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഈ കുട്ടികളെയും കൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിച്ചുണ്ടോ പോയത്. പക്ഷേ എനിക്കങ്ങനെ നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് പോകേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. കാരണം കുട്ടികളെയും വെച്ചിട്ടും ഇങ്ങനെ പാർക്ക് ചെയ്ത് പിന്നെ വണ്ടി എടുക്കാനൊക്കെ ഭയങ്കര റിസ്ക്കായിരുന്നു. അതിനുശേഷം നമ്മൾ പോയത് പില്ലർ റോക്കിലേക്കാണ് കേട്ടോ. നമ്മൾ പോയ ടൈമിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അത് മാറി. കാരണം മൂടൽമഞ്ഞും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോഗും കുടയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. പില്ലർ റോക്ക് നല്ല ക്ലൈമറ്റ്, നല്ലൊരു വെയിൽ വന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായി കേട്ടോ. അതിനുശേഷം നമ്മൾ പോയത് ഗുണ കേവ് നമ്മൾ ഫസ്റ്റ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ടൈമിൽ പോകുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ഇപ്പോഴാണ് തോന്നുന്നു ഇങ്ങനെ കുറച്ചുകൂടെ അതൊരു എൻട്രിയൊക്കെ ഇങ്ങനെ ആക്കിയത്. എല്ലാവരുടെയും എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ചേഞ്ച് നമ്മൾ എപ്പോഴും കയ്യിൽ കരുതണം, ഞാൻ ഫസ്റ്റ് വ്ളോഗിൽ പറഞ്ഞ പോലെ. കാരണം എവിടെയും ഗൂഗിൾ പേ ഇല്ല. കയ്യിൽ നമ്മൾ 20 ഇവിടെയൊക്കെ 20 റുപ്പീസാണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അതായത് 20 തന്നെയായിരുന്നു. ബ്രൈൻ പാർക്കിൽ മാത്രമായിരുന്നു കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഏകദേശം 20 റേഞ്ചിലായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല, ചെറിയ കുട്ടികളായതുകൊണ്ട്. ഈ സത്യത്തിൽ ഗുണ കേവിൽ വന്നപ്പോൾ ഗുണേനെ ഓർത്തതിനേക്കാളും കൂടുതൽ സുഭാഷും കുട്ടേട്ടനും മഞ്ഞുമൽ ബോയ്സായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ ഫുള്ളും. കാരണം എനിക്കതിലൊന്നിലും കയറാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈ ഗ്രില്ലും ഒക്കെ കാണുമ്പോൾ ആൾക്കാരൊക്കെ അതിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്നതാണെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ദൈവമേ പൊട്ടി വീഴുമോ, സേഫായിരിക്കാം, പക്ഷേ എന്നിരുന്നാലും വല്ലാത്തൊരു ടെൻഷനായിരുന്നു എൻ്റെ മനസ്സിൽ. ഈ കുട്ടി കൺമണി അൻപോട് കാതലിൻ്റെ സ്റ്റെപ്പ് ഇടാൻ നോക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ക്രൗഡും എല്ലാവരും നോക്കുന്നൊക്കെ കണ്ടപ്പോൾ അവൾക്ക് അതിന് പറ്റിയില്ല. പക്ഷെ അവൾ ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. മഞ്ഞുമൽ ബോയ്സിൽ അവർ ചെയ്ത പോലെ ഗ്യാങ്ങായി വന്ന് എല്ലാവരും ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു. ഇലംകുട്ടി ഉറങ്ങി കേട്ടോ ആ ടൈമിൽ. ഇതാട്ടോ ഗുണ കേവ്. ഞാൻ ഫോണുള്ളിൽ കൂടി ഇട്ടു. പക്ഷേ എനിക്കതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എങ്ങാനും വീണ് പോയത് തന്നെ. പിന്നെ എടുക്കാനും അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ കുറച്ച് മാറി നിന്നിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് കൂടെ കാണുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അയ്യോ, എങ്ങനെയായിരിക്കും ഇവരിതിനകത്ത് പോയി പെട്ട് ആ ഒരു റിസ്ക്കൊക്കെ ആലോചിച്ച് സത്യത്തിൽ എനിക്ക് ആ ഒരു മൂവി ഏകദേശം ഫുള്ളായിട്ട് മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവരിതിനകത്ത് പോണതും വീണതും റെസ്ക്യൂവും ഒക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. പൈൻ ഫോറസ്റ്റ് നല്ല അധികം മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ട് കുടയൊക്കെ എടുത്തിട്ടാണ് പോയത് കേട്ടോ. വണ്ടിയൊക്കെ ഒരു ഏരിയയിൽ പോയി പാർക്ക് ചെയ്തിട്ട് നടന്ന് വന്നായിരുന്നു. കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫോട്ടോസൊക്കെ കിട്ടി. ഇവിടെ അധികം തിരക്കുണ്ടായിരുന്നില്ല. നമുക്ക് കുറച്ച് നേരം അവിടെ ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിരുന്നത്. നമ്മൾ ഗുണ കേവിൽ മുമ്പൊക്കെ പോയപ്പോൾ കുറച്ച് ഇരിക്കാനുള്ള ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ കോടമഞ്ഞ് ചെയ്തതാണ്, പക്ഷെ ശരിയായില്ല. അത് പാളിപ്പോയി. കാര്യമില്ല, എന്നാലും അതിരിക്കട്ടെ, ട്രൈ ചെയ്തതല്ലേ എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ അതിനുശേഷം ഞങ്ങൾ പോയത് സിൽവർ കാസ്കേഡ് ഫാളിലേക്കായിട്ട്. നമ്മൾ പോകുന്ന വഴി നല്ല വിശപ്പൊക്കെ ആയിട്ടോ. നമ്മളിവിടെ നിന്ന് നല്ല ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു ബ്രെഡ് ഓംലെറ്റ്, പറയേണ്ടതില്ല കേട്ടോ. കാരണം വിശപ്പിൻ്റെ വിളി അങ്ങനെയായിരുന്നു. എന്നിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം ഈ കുട്ടിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇരുന്നു. ഞങ്ങൾ പോകുമ്പോൾ കണ്ടിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ കയറാമെന്നുള്ളൊരു രീതിക്ക് അവളോട് പറഞ്ഞ് മനസ്സിലാക്കിയതാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ പിന്നെ വേഗം തിരിച്ചു കേട്ടോ. അപ്പോൾ ഒരു മഴക്കാറൊക്കെ വന്ന് തുടങ്ങിയിരുന്നു. നല്ല കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു പേടിയൊക്കെ, നല്ല കാറ്റെന്ന് പറഞ്ഞാലും പോരെ, ഇലകളൊക്കെ വന്ന് വീഴുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു രാവിലെ കേട്ടോ പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ മണ്ണൊക്കെ ഇങ്ങനെ ഇടിഞ്ഞിരിക്കുന്നു കേട്ടോ മലകളിലൊക്കെ. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയിട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ ഗൈസ്.